മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മുഖം തന്നെയാണ് നടി മോനിഷയുടേത്. എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും നടി മോനിഷയെക്കുറിച്ച് മലയാളികൾക്കൊരിക്കലും മറക്കാനാകാത്തതും മോനിഷയുടെ അഭിനയ മികവും അതുപോലെ ഇന്ന് ആ മോനിഷയെക്കുറിച്ച് ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങളുമാണ്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് നടി മോനിഷയുടെ അമ്മ ശ്രീദേവി ഉണ്ണി ഇപ്പോൾ മകൾക്ക് വേണ്ടി ഇക്കഴിഞ്ഞ ജനുവരി മാസം പുറത്തെത്തിച്ച ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. ഒരു പുസ്തക പ്രകാശനം. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പുസ്തക പ്രകാശനമാണ്. എൻ്റെ മകൾക്ക് വേണ്ടി അത് സമർപ്പിക്കണമെന്നതും എൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ ഞാനത് സമർപ്പിച്ചു. എൻ്റെ മകൾ മോനിഷ എന്നാണ് അതിൻ്റെ പേര്. മാതൃഭൂമി ബുക്സ് പബ്ലിക്കേഷൻസ് ആണ് എൻ്റെ പുസ്തകം ഏറ്റെടുത്തിരിക്കുന്നത്. അവർക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. എനിക്കെൻ്റെ മകളെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതേ ദിവസം തന്നെ എൻ്റെ മകളെക്കുറിച്ച് മലയാളത്തിൻ്റെ മൊണാലിസ എന്ന രീതിയിൽ മറ്റൊരു പുസ്തകവും എത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരേ ദിവസം തന്നെയാണ്. എൻ്റെ മകളെ ഓർക്കുന്ന ഒരു ദിവസം എന്ന് തന്നെ പറയാം. ജനുവരി 24-ാം തീയതിയാണ് അവൾ ജനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ജനുവരി മാസം അവളുടെ പുസ്തകം ഇറക്കാൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അത് മറക്കാത്ത അല്ലെങ്കിൽ അത് ഓർമ്മിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. മോനിഷയെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അവരെല്ലാവരും താല്പര്യമുണ്ടെങ്കിൽ ഈ ബുക്ക് വായിക്കണം. ബുക്ക് സ്റ്റോളുകളിൽ ലഭിക്കും. മാതൃഭൂമി പബ്ലിക്കേഷൻസിൻ്റേതാണെന്നും ആമസോണിലും ഇതിപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചതെന്നും താരം പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പുസ്തകമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു പാഠം കൂടിയാണ് എൻ്റെ മകൾ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മകളെക്കുറിച്ച് ഞാനിങ്ങനെ എഴുതുന്നതും. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ എഴുതി ചേർക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകർക്കത് വളരെയധികം സ്നേഹമായി മാറുന്നുണ്ട്. മോനിഷയെക്കുറിച്ച് ഇത്രയും നാളും ഞങ്ങൾ മറക്കാതെ കാത്തിരുന്നതും ഇങ്ങനെ സ്നേഹിക്കാൻ ഒരു അമ്മയുള്ളത് കൊണ്ട് തന്നെയാണ്. മോനിഷയുടെ അമ്മ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മകളെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ഓരോ ഓർമ്മകൾ കാണുമ്പോഴും ഞങ്ങൾക്ക് മോനിഷയെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത്. കാർ അപകടത്തിൽ 1992 21-ാം വയസ്സിൽ ഡിസംബറിൽ മരിക്കുമ്പോൾ മോനിഷ അന്ന് മലയാള സിനിമയെ കയ്യിലെടുത്തു കഴിഞ്ഞിരുന്നു. സൗന്ദര്യരൂപം എന്നോണം തന്നെ യുവതലമുറ അന്ന് ആ നടിയെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. നിരവധി സിനിമകളിൽ ആ പ്രായത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ അഭിനയ മികവിലൂടെയായിരുന്നു നടി മോനിഷയെ എല്ലാവരും ഏറ്റെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയായി മോനിഷയുടെ വാർത്ത മാറിയതെന്നും നമുക്ക് പറയാം. ഇപ്പോൾ ആരാധകരെല്ലാവരും മോനിഷയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മോനിഷയുടെ ജന്മദിവസവും മരണദിവസവും എല്ലാം ഓർക്കുന്നുണ്ട്. അത്രമാത്രം മലയാളികൾ, അതും ഇന്നത്തെ തലമുറ വരെ ഓർത്തിരിക്കുന്ന ഒരു നടിയായി മോനിഷ മാറിയിട്ടുണ്ട്. വളരെയേറെ കാലം മുമ്പേ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായ ഒരു വലിയ തീരാ നഷ്ടം തന്നെയാണ് മോനിഷ എന്ന് എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോനിഷയുടെ ഓർമ്മയിൽ ആ അമ്മ ഇപ്പോഴും ജീവിക്കുന്നത്. കണ്ണു നിറയാതെ ആർക്കും ഇത് കാണാനാകില്ല. സ്വന്തം മകളെ ഓർത്ത് വിഷമിക്കുന്ന ഒരമ്മയാണത്. ഇപ്പോഴും ആ മകളുടെ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരമ്മ എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.